എല്ലാവർക്കും നമസ്കാരം. ജയ് മോഹൻജി. മോട്ടി മോത്തി അല്ല കേട്ടാ, മോട്ടി, MOTI, മോട്ടി. കമൽജിത്ത് രാജാറാം ടേൺസ് ടു കമൽ H മുഹമ്മദ്. പക്ഷെ മോത്തി എന്ന് പറഞ്ഞാല് മോട്ടി എന്താണ്, ഒരു മുത്തായി മാറിയിട്ടുണ്ടാവാം, പ്രത്യേകിച്ച് കാലങ്ങളുടെ ഒരു മാറ്റത്തിൽ. ഞാൻ വഴക്ക് പറയാൻ കാരണം 7th മുതലാണ് മോട്ടി എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ് ലീഡർ ആണ്. ആര് ക്ലാസ് ലീഡർ ആയാലും ഞാൻ തന്നെയാ ക്ലാസ് ലീഡർ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പണിയുണ്ട്. എന്താണ്, കുരുത്തക്കട കളിക്കുന്ന ആളുടെ പേരെഴുതി വെക്കണം. ഞാൻ മോട്ടി ഒന്നും ചെയ്തിട്ടില്ല, ആദ്യത്തെ പേര് കമൽജിത്തായിരിക്കും. അതിന് നമ്മളൊന്ന് എന്നെ പുറത്തൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാനും തിരിച്ചടിച്ചു. ഇപ്പോഴും ഞങ്ങള് ഒരു മിക്സഡ് ക്ലാസ്സിലാണ് പഠിച്ചത്, ചെറിയ ക്ലാസ് മുതല്. കുറച്ച് ഗേൾസും കുറെ ബോയ്സും ഉള്ള ഒരു ക്ലാസ്സിന്. അതില് 1979 വന്ന ഒരു പാവ നീണ്ട മൂക്കുള്ള ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു മോഹൻ, PK മോഹൻ. ഞാൻ ഫസ്റ്റ് ബെഞ്ചിലാണ്. സാറിനറിയാം, സാറ് തന്നെ എപ്പോഴും ചക്കൊണ്ടറിയും. പടച്ചു നിൽക്കുന്ന ഒരു കുട്ടി. പക്ഷെ നമ്മള് മോട്ടിയായിട്ട് പിന്നെ കുറച്ച് കാലങ്ങൾ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ബോംബെ എയർപോർട്ടിൽ നിന്ന് കൃഷ്ണനായരുടെ മകൻ, എന്റെ കസിൻ ഇത്തിഹാദിലെ ഏഷ്യ കോണ്ടിനെന്റിന്റെ ഓഫീസർ ആയിരുന്നു, അവളോട് പറയാണ്, ഇന്ന് അവാർഡ് കൊടുക്കുന്ന സീഷൽസ് എയർവേസിന്റെ ഏറ്റവും കൂടുതൽ കാലം സീഷൽസിൽ ഒരു ഇയറിൽ ട്രാവൽ ചെയ്ത ഒരാൾക്ക് സീഷൽസ് ഒരു ഹോണറിംഗ് ചടങ്ങ് നടക്കുകയാണ് ബോംബെ എയർപോർട്ടിൽ വെച്ച്. എനിക്കറിയാം അതൊരു മലയാളിയാണ്, കണ്ട മലയാളിയും തോന്നൂല, ഇതൊരു മലയാളിയാണ്, കണ്ണൂരുകാരനാണ് എന്ന് പറയുന്നു എന്റെ കസിനോട്, എന്റെ അച്ഛന്റെ സിസ്റ്റർ മോളോട്. അപ്പൊ അവള് പറഞ്ഞു, ഞാനും കണ്ണൂരാണ്, പക്ഷെ ഞാൻ മദ്രാസിയാണ്. അവള് ജനിച്ചു വളർന്നത് ചെന്നൈയിലായതുകൊണ്ട് ഞാൻ മദ്രാസിയാണ് എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെയോ രണ്ടുപേരും ഇതേപോലെ തന്നെ മോട്ടിയോടും പറയുന്നു, ആ നിൽക്കുന്നത് എത്തിഹാദ് എയർവേസിന്റെ ഏഷ്യ കോണ്ടിനെന്റ് കോർഡിനേറ്റർ ആണ്, അവള് ഫ്രം കണ്ണൂരാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അടുത്തെത്തി സംസാരിക്കുമ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല. വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ഏകദേശം 24 ഇയേഴ്സ് ആയിട്ട് മോട്ടിയായിട്ട് നമ്മളെ യാതൊരു ബന്ധവുമില്ല. ബാക്കി എല്ലാവരുമായിട്ട്, സാറിന് ഞാൻ എപ്പോഴും കാണുന്നതാണ്, മോട്ടി നമ്മുടെ സീനിൽ ഇല്ല. പക്ഷെ ഇവിടെ ഷർമീൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, സുരേഷി ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാം. അങ്ങനെ പറയാൻ കാരണം, മോട്ടി അടുത്ത് പോയിട്ട്, എവിടെയാ വീട്, നാട്ടില്. അവൾക്ക് ആകെ അറിയുന്നത് ചൊവ്വയിൽ എനിക്കൊരു അങ്കിൾ ഉണ്ട് എന്ന് മോട്ടി പറയുന്നു. എന്റെ അച്ഛൻ ബാങ്കിലായിരുന്നു, മോട്ടീന്റെ അമ്മ ബാങ്കിലായിരുന്നു. അപ്പൊ മോഹൻജി പറയുന്നു, ചൊവ്വയിൽ എനിക്കൊരു അങ്കിൾ ഉണ്ട്, അവിടെ മോൾ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ അവള് പറഞ്ഞു, ചൊവ്വയിൽ എനിക്കൊരു അങ്കിൾ ഉണ്ട്, അവരുടെ മോളെ പേര് സൂര്യ എന്നാണ്. ഇത് രണ്ടും ഒരാളായതുകൊണ്ട് അവൾ എന്നെ വിളിച്ചിട്ട്, എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഫോൺ വന്നപ്പോ 2015 അത്. അപ്പൊ മോട്ടി എന്നിട്ട്, ഹലോ സൂര്യ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഐഡന്റിഫൈ ചെയ്തു, ഞാൻ എടാ മോട്ടിയല്ലേ, എടാ മോട്ടികളൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ വളർന്നതാണ്. പക്ഷെ മോഹൻജി അങ്ങനെയല്ല കേട്ടോ. മോഹൻജി വളരെ ക്വയറ്റ് ആയിട്ടുള്ള, പക്ഷെ സംസാരിക്കൂലെങ്കിലും ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞതാണ്. എനിക്ക് ചിലപ്പോൾ ലോകത്തിന് ഒരുപാട് അഡ്വൈസസും ഷാർപ്പ് ഷൂട്ടറായി ഓരോ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോഴും എനിക്കായിരിക്കാം ആദ്യത്തെ ആൻസർ. കാരണം എന്റെ ഈ പിടച്ച കളിക്കും ഇതിനും ഞാൻ എന്റെ ബുക്സ് ഒക്കെ ബോയ്സിന് കൊടുക്കും. വലിയ അഹങ്കാരം. എന്റെ സ്കൂളും വീടൊക്കെ അടുത്തായതുകൊണ്ട് ഞാൻ ബോയ്സിന് നോട്ട്സ് ഒക്കെ കൊടുത്താല് സാറ് മാത്സിനൊക്കെ രാവിലെ വരുമ്പോൾ എന്റെ ബുക്ക് എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവില്ല. അത് കൊടുത്തത് അനിലിനാണെങ്കിൽ അത് പക്ഷെ പ്രദീപ് മാമന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. തിരിഞ്ഞ് നോക്കുമ്പോൾ മോഹൻജി ചോദിച്ചു, എപ്പോഴും എന്തിനാ ഇങ്ങനെ പിടച്ചു കളിക്കുന്നത്, ബുക്ക് കൊടുക്കുന്നതിന് പകരം അവരുടെ ബുക്ക് വാങ്ങിച്ച് സൂര്യ എഴുതിക്കോളൂ. 1 time റൈറ്റിംഗ് ഇസ് ബെറ്റർ ദാൻ 10 times റീഡിംഗ് എന്ന് പറഞ്ഞു. അതായിരിക്കാം മോഹൻജി എനിക്ക് എന്നല്ല ഈ ലോകത്തിന് തന്നെ വെറും 14 വയസ്സ്. കാരണം നമ്മളൊക്കെ ക്ലാസ്സിലെ, ഞാനും മോഹൻജിയും 3 മാസത്തിന്റെ വ്യത്യാസമാണ്. നമുക്ക് 59 ആയിട്ടുള്ളൂ. നമ്മൾ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ 3 കുട്ടികളാണ്, ഞാനും മോഹൻജിയും ഷെൽവനും. ബാക്കി എല്ലാവരും 1 വയസ്സ് സീനിയേഴ്സാണ്, ഗേൾസ് അടക്കം. അപ്പൊ നമ്മൾ ആ ചെറിയ കുട്ടികളാണ്. വർഷങ്ങൾക്ക് ശേഷം 2017 ഞങ്ങൾ വീണ്ടും, ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു മുത്താണ് ഈ മോഹൻജി. അന്വേഷിച്ച് കണ്ടെത്തിയ ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മൾ കോർഡിനേറ്റ് അവസാനം റിയാസ് പറഞ്ഞിട്ട് തേടി പിടിച്ചതാണ് ഇന്ന് ലോകം കാണുന്ന. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ലിബ പറഞ്ഞില്ലേ കാർഡ്, അത് മോഹൻജിന്റെ ഐ കാർഡാണ്. അത് നമ്മുടെ ഒരു പ്രാവശ്യം മോഹൻജി ഐ ആം ഓൾവേസ് വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദെയർ. ഇന്നിപ്പോ ഞങ്ങള് രാവിലെ സാറിനെ ഇവിടെ നമ്മൾ വണ്ടിക്കായിരുന്നു ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു സാർ അങ്ങനെ പോണ്ട, സാറിന് അങ്ങനെ കാലിനൊരു
സാർ കെട്ടിയിട്ടുണ്ട് കാല്. എന്റെ അമ്മ സത്യം പറയാൻ വെച്ചാൽ ഈ PKG ഹോസ്പിറ്റലാണുള്ളത്, ഓങ്കോളജിസ്റ്റിന്റെ മുമ്പിലാണ്. പക്ഷെ എന്റെ ധൈര്യം എന്റെ മോൻജിയാണ്. ഞാൻ ഇവിടെ വന്നത്, ഞാൻ പറഞ്ഞു സാർ ഒറ്റക്ക് പോകണ്ട, സാറിന്റെ മോള് പറഞ്ഞു സൂര്യചേച്ചി ഉണ്ടെങ്കിൽ പോകാം. അപ്പൊ സാറിന് എന്തിനായാലും ഒരു ആഗ്രഹം, മോട്ടിയുടെ ഈ ഒരു ചടങ്ങ്, ഒരു വിദ്യാർത്ഥിയുടെ ഇങ്ങനെ ഒരു പുസ്തക പ്രകാശന വളരെ സാറിന് വളരെ ആഗ്രഹിച്ച ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു നമുക്ക് പോകാം. ഇന്ന് എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ ഇനി ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കറിയാം എനിക്ക് വേണ്ടി ONG is working for my mother. എനിക്ക് ആ കോൺഫിഡൻസ് ആണ് എന്നെ ഇവിടെ നിർത്തുന്നത്. ഞാൻ ഒറ്റ മോളാണ്. ഞാനിവിടെ എന്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് പോകാതെ ഞാൻ ഇവിടെ ഒരു മാസം ചോദിച്ചു, എനിക്ക് പ്രശ്നമുണ്ട്. അമ്മ എനിക്ക് ഒരു പ്രശ്നവുമില്ല, എന്റെ അമ്മ സേഫ് ആണ്, മോഹൻജിയുടെ കൈകളിൽ സേഫ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങൾ രാവിലെ 4 മണിക്ക് പുറപ്പെടുമ്പോൾ 7 മണിക്കൂർ ബൈ കാർ വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ 5.5 മണിക്കൂർ എടുത്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ കരൂട്ടി ഇവിടെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ എഴുതിയിട്ടുണ്ട്, മോഹൻജി യു ആർ ഓൺ ദ വേ, ബ്ലസ് അസ്. അത് നടക്കും, ബാക്കിയൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ഇത് പറയുമ്പോൾ നമ്മളൊരു കൂട്ടായ്മയാണ്, കുട്ടികളുടെ ഒരു ഇതാണ്. രാജാവാണ് പ്രിൻസ്, ഡാരിങ് പ്രിൻസ്. ഇതിലേക്ക് ഈ ബുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 10% നമ്മുടെ അമ്മൂക്കാറിന് വേണ്ടി കൊടുക്കുന്നു പറയുമ്പോൾ, അമ്മൂക്കാറിന്റെ ഒരു കേരള ഹെഡായിട്ട് എന്നെ മോഹൻജി ഒരു 5 വർഷമായി ഇവിടെ വെച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് കേരള ഹെഡിനല്ല, അമ്മൂക്കാറിന്റെ ഭൂഗോളത്തിൽ ഏത് ഭാഗത്തും അമ്മൂക്കാറിന് ഫണ്ടുണ്ടത് അത് കിട്ടിയിരിക്കും. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ഒരു പത്രത്തിലൊക്കെ മോഹൻജിക്ക് ഭയങ്കര ഇത് വരുമ്പോൾ കണ്ണൂരൊക്കെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകളൊന്നും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതുപോലെ ഈ പുസ്തകം വാങ്ങുന്നവര് നമുക്ക് അമ്മൂക്കാറിനും അതിന്റെ ഒരു പാർട്ട് കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും മോട്ടിയുടെ ബുക്ക് വാങ്ങിക്കുക. അത് നമുക്ക് ഒരു സേവയാണ്, ഒരു സേവനമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. മോട്ടിയുടെ പുസ്തകങ്ങൾ വിൽപ്പനയുടെ ചടങ്ങിലും നമുക്ക് ഇതുപോലെ എല്ലാവർക്കും ഒത്തുകൂടാം. പിന്നെ ഇവിടെ ഒരുപാട് വലിയ ഡിഗ്നിറ്ററീസ് വന്നിട്ട് നമ്മൾ ഹോണേഡ് ആണ്. ബിക്കോസ് ഒരുപാട് മധുസാർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരുപാട് ഞാനയിലൊക്കെ ഞാനങ്ങനെ ഒരു സിനിമാ ലോകത്ത് ജീവിക്കുന്ന ആളോ തിയേറ്ററിൽ പോയി ഫിലിം കാണുന്ന ആളല്ല, പക്ഷെ അറിയപ്പെടുന്ന ആളുകളാണ്. അതിനൊക്കെ കാരണം കോറയം ക്ലബും കോവിഡും റോബിൻജിയാണ്, ദ ഗ്രേറ്റ് റോബിൻജി. റോബിൻജിയുടെ വോയിസിനെ പിടിക്കാൻ ഇവിടെ ആരും പ്രസംഗിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ മോഹൻജിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതില് സത്യം പറയാൻ ഗുരുജീനെ സംസാരിക്കാൻ വിടുന്നില്ല എന്നൊക്കെ അടിയിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഗുരുജിയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗുരുജിക്ക് പറയാൻ സമയം കൊടുക്കുന്നില്ല. അത്രയും നിർഗളം ഒഴുകുന്ന വാക്കുകളാണ് റോബിൻജിയുടേത്. ഇങ്ങനെ നമുക്ക് ശർമാജിയെ പരിചയപ്പെടാനും ലോകത്തെ ഒരുപാട് ആളുകളെ കോറയം ക്ലബിലൂടെ 700 days നമ്മുടെ മോഹൻജിയുടെ ശബ്ദം ഏത് സോണിലായാലും, ഭൂഖണ്ഡത്തിൽ ഏത് സോണിലായാലും 4 മണിക്ക് ആ പുസ്തകം മോഹൻജിയുടെ തോട്ട്സ് പുറത്തു വരും. അത് പുസ്തക പ്രകാശനം നടത്താൻ വേണ്ടിയിട്ടും നമ്മുടെ മോട്ടിക്ക് മനസ്സുണ്ടായി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളും റോബിൻജിയുടേതാണെന്ന് എനിക്കറിയാം. എനിവേ ഈ ഒരു പ്രോഗ്രാമെ എല്ലാം തന്നെ പിറകിൽ നിന്ന ശക്തി റോബിൻജിയാണെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ആത്മീയ ഗുരു മോഹൻജിയാണ്. എല്ലാവർക്കും നമസ്കാരം. അതിൽ ഏറ്റവും വലുത് നമ്മളെ ഇങ്ങനെ ഈ ഡയസിലൊക്കെ സംസാരിക്കാൻ നമുക്ക് ശക്തി തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ്. സാറിന് എന്റെ പ്രിയ നമസ്കാരം. താങ്ക് യു.